വീണ്ടും രാജസ്ഥാൻ ഫിനിഷിംഗിൽ അടിപതറുകയാണ്. 180 റൺസ് എന്ന ടാർഗറ്റ് രാജസ്ഥാൻ ചേസ് ചെയ്ത് പോയപ്പോൾ എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് രാജസ്ഥാൻ ഉണ്ടായിരുന്നു. മികച്ചൊരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു അവിടെ രാജസ്ഥാന് വേണ്ടിയിട്ട്. ജയ്സ്വാളും അതോടൊപ്പം തന്നെ 14-കാരനായിട്ട് ഡിപെൻഡന്റ് ആയിട്ടുള്ള വൈഭവ് സൂര്യവംശിയോട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കിഡിലിന് ഇന്നിംഗ്സ് തന്നെ പറയണം വൈഭവ് സൂര്യവംശിയുടെ. 20 ബോൾ 34, അതോടൊപ്പം തന്നെ ജയ്സ്വാൾ 52 ബോൾ 74. പിന്നീട് വന്ന നിതീഷ് ആണെങ്കിൽ കാര്യമായിട്ട് തിളങ്ങാൻ സാധിക്കുന്നില്ല. റിയാൻ പരാഗ് മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. റിയാൻ പരാഗിന്റെ വിക്കറ്റ് വീണപ്പോൾ അവിടെ ചെറിയ പ്രഷറിലേക്ക് പോയി. പക്ഷേ അത്ര വലിയ സ്കോറൊന്നും അല്ല ചേസ് ചെയ്യാൻ. വാസ് ആൻ ഈസി ചേസ് ഫോർ രാജസ്ഥാൻ. അവിടെ ജൂരിലും 5 ബോളിൽ 6 റണ്ണ്, ഹെഡ്മയർ 7 ബോളിൽ 12 റണ്ണ്. എന്താണ് അവിടെ കിടന്ന് കാണിക്കുന്നത്? അവസാന ഓവറിൽ 9 റണ്ണ് വേണം. അത് ആവേശ് ഖാൻ അവിടെ കിടിലായിട്ട് അത് പിടിച്ചു നിർത്തുന്നു. യെസ്, എക്സാക്ട്ലി യോർക്കേഴ്സ് ആണ് ട്രൈ ചെയ്യാന്നെല്ലാം അറിയാം. പക്ഷേ അവിടെ ഡിഫറൻ്റ് ആയിട്ടൊരു ഷോട്ടിന് അവിടെ ശ്രമിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അവിടെ ദുബൈക്ക് വന്ന ആ ഒരു ഫുൾ ടോസ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ മില്ലർ ക്യാച്ച് വിട്ടുകൊണ്ട് 2 റൺസ് കിട്ടി. ശരിക്കും എന്താണ് രാജസ്ഥാൻ കാണിച്ചു കൊടുക്കുന്നത്? അവസാന സമയത്തെ ആ സന്ദീപ് ശർമ്മയുടെ ആ ഒരു വലിയ കോൺട്രിബ്യൂഷൻ വലിയ രീതിയിൽ ലക്നൌവിന് ഈ ഒരു മത്സരത്തിൽ ഗുണം ചെയ്തു എന്ന് പറയാം. അബ്ദുൾ സമദിന്റെ കിടിലിന് ഹിറ്റ് തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് കഴിഞ്ഞ സൂപ്പർ ഓവറിൽ ശ്രദ്ധിച്ചാണ് സന്ദീപ് ഇങ്ങനെ ആ ഒരു ഹാഫ് പിച്ചർ സ്ലോ ബൗൺസേഴ്സ് ട്രൈ ചെയ്യുന്നത്. അത് ഈസി ആയിട്ട് ഹിറ്റ് ചെയ്ത് അകറ്റും നമുക്ക് കാണാം. യോർക്കേഴ്സ് ട്രൈ ചെയ്യുന്നതാണ് ഫുൾ ടോസ്. അതുവരെ കിടിലിനായിട്ടായിരുന്നു അവർ ബോളിംഗ് സൈഡ് പൊയ്ക്കൊണ്ടിരുന്നത്. അവസാന ഓവറിലാണ് ശരിക്കും പാടിയത്. ആ ഒരു ഓവറിൽ എനിക്ക് തോന്നുന്നു 4 സിക്സറുകളോ മറ്റോ ആണ് വന്നത്. 27 റൺസ് മൊത്തം ആ ഒരു ഓവറിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാന്റെ കയ്യിൽ നിന്ന കളിയാണ് ഇവിടെ നശിപ്പിച്ചു കളഞ്ഞത്. ഈവൻ തോ ചേസിലാണെങ്കിൽ എന്താണ് പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല. അമ്മാതിരി സ്റ്റാർട്ടിംഗ് ആണ് അവിടെ കിട്ടിയത്. സൂര്യവംശി അതോടൊപ്പം തന്നെ ജയ്സ്വാളും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫസ്റ്റ് ഫാൾ ഓഫ് വിക്കറ്റ് എന്ന് പറയുന്നത് 85 റൺസിന്റെ ഫസ്റ്റ് വിക്കറ്റ് പാർട്ണർഷിപ്പ്. അത് ഇങ്ങനെ സ്കോർ ചേസ് ചെയ്യുമ്പോൾ എന്തായാലും രാജസ്ഥാനെ സംബന്ധിച്ച് നല്ല കഷ്ടകാലമുണ്ട്. പോരാത്തതിന് ഫിനിഷിംഗ് സൈഡിൽ ഷിംറോൺ ഹെറ്റ്മയറും അതോടൊപ്പം തന്നെ ധ്രുവ് ജൂറിലും വീണ്ടും പരാജയപ്പെടുന്നത് നമുക്ക് കാണാം. 7 ബോൾ 12 റൺസാണ് ഷിംറോൺ ഹെറ്റ്മയർ നേടിയത്. യോർക്കേഴ്സ് കളിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ശുഭം ദുബെ 3 ബോൾ 3 റൺസ്. ആ ഒരു ഫുൾ ടോസ് ക്ലിയർ ആവും തന്നെയാണ് വിചാരിച്ചത്. എന്തായാലും ജയിച്ചു എന്ന് ഉറപ്പിച്ച കളിയാണ് അവിടെ നിന്ന് നശിപ്പിച്ച് കളയുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിലും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി രാജസ്ഥാൻ്റെ ഈ ഒരു സീസണിൽ ഭാവിയില്ല എന്ന് ഉറപ്പിച്ച് തന്നെ നമുക്ക് പറയാം. ബൈ ബൈ ഗൈസ്.